ഹലോ, ഇന്ന് നമുക്കൊരു മീഷോ ഹോളാണ് കേട്ടോ. മീഷോന്ന് നമ്മൾ കുറേ കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട്, ടോപ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ബോട്ടംസ് വാങ്ങിച്ചിട്ടുണ്ട്, നൈറ്റ് വെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് മീഷോന്ന് കോഡ് സെറ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മീഷോയിൽ കോഡ് സെറ്റ് ഉള്ളത് കാണുന്നത് തന്നെ. നല്ല അടിപൊളി കോഡ് സെറ്റുകളൊക്കെയാണ് ഉള്ളത്, അതും ഭയങ്കര റേറ്റ് കുറവിൽ കേട്ടോ. 360 രൂപയ്ക്കൊക്കെയാണ് ഒരു കോഡ് സെറ്റ് കിട്ടുന്നത്. 360 രൂപയ്ക്ക് ഒരു നല്ല ടോപ്പ് പോലും കിട്ടൂല. അപ്പോഴാണ് നമുക്കൊരു ഫുൾ കോഡ് സെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലതാണോ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റിലത്തെ കോഡ് സെറ്റ് ഇതാണ്. ഈ ഒരു കോഡ് സെറ്റിന് വെറും 360 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത്രയ്ക്ക് നല്ല മെറ്റീരിയലൊന്നും ആവില്ല, അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കളർ തന്നെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിട്ടോ. നല്ല അടിപൊളി ഒരു റെഡിഷ് മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് പോളി കോട്ടൺ എന്നാണ്. ശരിയാണ് കേട്ടോ, പോളിസ്റ്ററും കോട്ടനും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ കുറച്ചൊരു കട്ടിയുള്ള മെറ്റീരിയലാണ്, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും ഇതിൻ്റെ കളറാണെങ്കിലും ഈ ഒരു പ്രിൻ്റ് ആണെങ്കിലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റിന് അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് പാൻറ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കോഡ് സെറ്റിന് ഇറക്കം കുറവാണ് കേട്ടോ. ടോപ്പിന് കുറച്ച് ഇറക്കം കുറവാണ്. 3/4 സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോളർ ടൈപ്പ് നെക്കാണ്. പിന്നെ ഫ്രണ്ടിൽ കുറേ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻ്റ് ആണ്, അതിലും രണ്ട് സൈഡിലും പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു കോഡ് സെറ്റ് നമുക്ക് പല വിധത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ടോപ്പ് നമുക്ക് വേണമെങ്കിൽ ഹൈ വേസ്റ്റ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടൺസ് ആണ്. അപ്പോൾ നല്ലൊരു ടാങ്ക് ടോപ്പിൻ്റെ കൂടെ ആ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടാലും മതി കേട്ടോ. അതായത് ഒരു വൈറ്റ് കളർ ടാങ്ക് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ജാക്കറ്റ് മോഡലിൽ ഈ ഒരു ടോപ്പ് നമുക്ക് പെയർ ചെയ്യാം. അങ്ങനെ പല വിധത്തിലും ഈ ഒരു കോഡ് സെറ്റ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു കോഡ് സെറ്റ് ലാർജ് സൈസിലാണ് എടുത്തിട്ടുള്ളത്. അതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. ബ്ലൂവിൽ ഫുള്ളായിട്ട് പല കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മളധികം മീഷോയിൽ കാണുന്ന ആ ഒരു പിക്ചറിൽ കാണുന്നതിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുക. പക്ഷേ ഈ ഒരു കോഡ് സെറ്റ് എക്സാക്റ്റ് സെയിം കളറുമാണ്, ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള സെയിം പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ അവർ മെൻഷൻ ചെയ്ത പോലെ തന്നെ പോളി കോട്ടൺ തന്നെയാണ് കേട്ടോ. അതായത് പോളിസ്റ്ററും കോട്ടനും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഷർട്ട് മോഡലിലാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ്സ് ആണ്. അതിൽ തന്നെ ഇവിടെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാധാരണ ഷർട്ട് പോലെ കോളറും ഫ്രണ്ടിൽ ബട്ടൺസും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് ഇറക്കം കുറവും ബാക്ക് സൈഡ് കുറച്ച് ഇറക്കം കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇറക്കം കുറവുള്ള ടോപ്പൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. നമുക്കങ്ങനെ ബാക്കിൽ അങ്ങനെ ബോറായിട്ടൊന്നും തോന്നൂല. പിന്നെ പാൻറ് നോക്കുകയാണെങ്കിൽ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഒരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള പാൻറ് ആണ്. രണ്ട് സൈഡിലും പോക്കറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇതുപോലെ ഫുള്ളായിട്ട് പ്രിൻ്റ് വരുന്ന ടൈപ്പ് കോഡ് സെറ്റ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ നൈറ്റ് വെയർ ഒക്കെ ഇട്ട പോലെ തോന്നുന്നുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഒന്നെങ്കിൽ നമുക്കിതൊരു ടാങ്ക് ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യാം. അതായത് ഫ്രണ്ടിലത്തെ കുറച്ച് ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഉള്ളിലൊരു വൈറ്റ് കളറോ അല്ലെങ്കിൽ മെറൂൺ കളറോ ടാങ്ക് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ലീവ്സ് ഒക്കെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ 3/4 സ്ലീവ്സ് ആക്കി വെക്കുക. പിന്നെ ഫ്രണ്ടിലുള്ള ആ ഒരൊറ്റ ബട്ടൺ ഒന്ന് അഴിച്ചിടുക. അപ്പം തന്നെ നമുക്ക് ആ ഒരു നൈറ്റ് വെയറിൻ്റെ ആ ഒരു എഫക്റ്റ് മാറിയിട്ട് നല്ലൊരു അടിപൊളി കോഡ് സെറ്റ് ആയിട്ട് തന്നെ തോന്നും കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇതുപോലെ കോഡ് സെറ്റ് ഒക്കെ ഇടുമ്പോൾ അതിനെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യണം. അതായത് നല്ലൊരു ഇയറിങ്സും ചെയിനും ബ്രേസ്ലെറ്റ് വാച്ച് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ഒരു ലുക്കിനെ നമ്മൾ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടു കേട്ടോ. അതായത് ഈ ഒരു കോഡ് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറും 398 രൂപയ്ക്കാണ്. ആ ഒരു റേറ്റിന് നമുക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ.
ഇനി അടുത്ത കോഡ് സെറ്റ് ഇതാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിലത്തെ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ക്വാളിറ്റി കുറവായിട്ടുള്ള പ്രോഡക്റ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു പിക്ചറിൽ കാണുന്ന സെയിം പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളറ് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള, നല്ല അങ്ങനെ നീറ്റില്ലാത്ത ഭംഗിയില്ലാത്ത വർക്കൊന്നുമല്ല, നല്ല നീറ്റിൽ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. അതും ഫുള്ളായിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടില്ല കേട്ടോ, ബാക്കിൽ മാത്രമേ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പാൻറ്റിലും നമുക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിലുള്ള സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടോപ്പിൽ ചെസ്റ്റിൻ്റെ പോർഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്ക് വരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവ്സ് ആണ്. അതിൽ തന്നെ താഴെ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് ചുരുക്കമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു ഓപ്പണിങ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് കുറവുള്ള ടോപ്പൊക്കെ ഇടാൻ മടിയുള്ള ആളുകൾക്കും എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കോഡ് സെറ്റാണ്. നെക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോളർ ടൈപ്പ് നെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ഞാൻ ലാർജ് സൈസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു കോഡ് സെറ്റിന് വെറും 493 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതും ഞാൻ മസ്റ്റ് ബൈ ആണെന്ന് പറയൂ കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു കോഡ് സെറ്റാണ്. ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കളറും ആ ഒരു പ്രിൻറ്റും ഒന്നും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലും അത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊന്നുമല്ല. നമ്മളുടെ നോർമൽ പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ. അതായത് കട്ടില്ലാത്ത സാധാ പോളിസ്റ്റർ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ്. ടോപ്പ് സാധാരണ ഒരു ഷർട്ട് പോലെയാണ് വന്നത്. പക്ഷേ മെറ്റീരിയൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. നല്ല അബദ്ധ മെറ്റീരിയലാണ്. നന്നായിട്ട് നിഴലടിക്കുന്ന ടൈപ്പ്, ഒട്ടും കട്ടില്ലാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് കട്ട് ആയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഈ ഒരു കോഡ് സെറ്റും ഞാൻ ലാർജ് സൈസിൽ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഇട്ടിട്ടും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ആ ഒരു കളറും പാറ്റേണും ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇതിന് പോക്കറ്റൊന്നും വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങും കുറച്ച് ക്വാളിറ്റി കുറവുള്ള ടൈപ്പ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു കോളറും ഒന്നും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കോഡ് സെറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഡ് സെറ്റ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരു കോഡ് സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 423 രൂപയാണ്. അപ്പോൾ അങ്ങനെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ പ്രോഡക്റ്റ് ആണെന്ന് പറയാം കേട്ടോ. അടുത്ത കോഡ് സെറ്റ് ഇതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഇഷ്ടമായില്ല കണ്ടപ്പം. പക്ഷേ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് നമ്മളുടെ പോളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് പോളി കോട്ടൺ മെറ്റീരിയൽ അല്ല, പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വൈറ്റും ഒലീവ് ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ അരഭാഗത്ത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റ്. അതും കുറച്ച് വൈഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് കേട്ടോ. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഷർട്ട് മോഡൽ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. സ്ലീവ്സ് ചെറിയ സ്ലീവ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷർട്ടിൻ്റെയൊക്കെ സാധാ ടൈപ്പ് കോളറാണ്. ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് പല വിധത്തിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത്തിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേണും ആ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 440 രൂപയാണ്. ആ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് മീഷോയിലത്തെ പിക്ചറിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്.
അപ്പോൾ ഇതാ ഈ കോഡ് സെറ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിലിതാ ഈ ഒരെണ്ണം മാത്രമാണ് എനിക്ക് കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ കോഡ് സെറ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.